ക്രിസ്തുവിൽ പ്രിയരെ, ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള യേശു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ്. യേശു തൻ്റെ വചനത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവരാജ്യം എന്ന ദാനം വെളിപ്പെടുത്തുന്നു. അധികാരത്തോടെ പഠിപ്പിക്കുകയും ശക്തിയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന യേശുവിനെയാണ് വിശുദ്ധ മർക്കോസ് അവതരിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ രണ്ട് വശങ്ങളും യേശു പഠിപ്പിക്കുന്നു എന്നതും പ്രവർത്തിക്കുന്നു എന്നതും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പിശാചിനെ സുഖപ്പെടുത്തുന്ന വചനഭാഗത്തിലൂടെ വ്യക്തമാക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്കും പ്രത്യേകിച്ച് മാനസിക വൈകല്യങ്ങൾക്കും പിശാച് ബാധയാണ് കാരണമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അശുദ്ധാരൂപിയും പിശാചുക്കളും ദൈവവിരുദ്ധ ശക്തികളാണ്. സമസ്ത ലോകത്തിനും സുഖം ലഭിക്കണം, അതാണ് ദൈവ ഇഷ്ടം. സുഖമില്ലായ്മ ദൈവരാജ്യത്തിൻ്റെ അഭാവമാണ്. യേശു പിശാചിനെ പുറത്താക്കിയതും രോഗം സുഖപ്പെടുത്തിയതും ദൈവരാജ്യത്തിൻ്റെ ആഗമനം അറിയിക്കാനുള്ളതാണ്. യേശു പ്രവർത്തിച്ചതായി വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ അത്ഭുതവും പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നതാണ്. പിശാചിനെ ഒഴിപ്പിക്കുക വഴി യേശു ജനങ്ങളുടെ മേലുള്ള സാത്താൻ്റെ ശക്തിയെ നശിപ്പിക്കുന്നു. ദുഷ്ടാരൂപികളെ നശിപ്പിച്ച് മനുഷ്യന് രക്ഷപ്രദാനം ചെയ്യാനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ദൈവിക ശക്തിയുള്ളവരെ തിരിച്ചറിയുവാൻ പിശാചുക്കൾക്ക് തിന്മയുടെ ശക്തികൾക്ക് കഴിവുണ്ടെന്ന് കരുതപ്പെട്ടിരുന്നു. യേശു ആരാണെന്ന് അവർക്കറിയാം. യേശുവിനെ കീഴ്പ്പെടുത്താനാകണം പേര് പറഞ്ഞു വിളിക്കുന്നത്. എന്നാൽ പിശാചിൻ്റെ മേൽ സർവ്വ അധികാരവും ദൈവപുത്രനായ ക്രിസ്തുവിനുണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ ആജ്ഞാവചനത്താൽ യേശു പിശാചിനെ ബഹിഷ്കരിക്കുന്നു. യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ ക്രിയാത്മകമായ നിർവഹണമാണ് ഇവിടെ നടക്കുന്നത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചവനെ സുഖപ്പെടുത്തി ദൈവഭരണത്തിന് കീഴിലാക്കുന്നു. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വരവ് ഇവിടെ സ്പഷ്ടമാക്കുന്നു. ഈ സംഭവം നടക്കുന്നത് കഫർനാമിൽ വച്ചാണ്. ഗലീലി കടലിന് ചുറ്റുമുള്ള പട്ടണങ്ങളിലൊന്നാണിത്. ഇന്ന് ആ പട്ടണത്തിൻ്റെ പേര് ടെൽഹൂം എന്നാണ്. സമാന്തര സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ഈ പട്ടണം. യേശുവിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളും പ്രസംഗവും നടന്നത് ഈ പട്ടണത്തെ ചുറ്റിപ്പറ്റിയാണ്. ഈ അത്ഭുതം നടന്നത് സാബത്ത് ദിവസമാണ്. അതിൻ്റെ പേരിൽ യേശുവിനെ ചോദ്യം ചെയ്യുന്നതായി ഇന്നത്തെ വചനത്തിൽ കാണുന്നില്ല. ഈ സംഭവം നടക്കുന്നത് സിനഗോഗിൽ വച്ചാണ്. സിനഗോഗിൻ്റെ അർത്ഥം സമ്മേളനം, ഒന്നുചേരൽ എന്നൊക്കെയാണ്. സുനഗോഗെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സിനഗോഗ് എന്ന പദം ആവിർഭവിച്ചത്. പ്രാർത്ഥനയ്ക്കും പഴയ നിയമ പഠനത്തിനും ഉപദേശത്തിനുമായി യഹൂദർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് സിനഗോഗ്. BC 587 ജെറുസലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് സിനഗോഗുകൾ നിലവിൽ വന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. യേശുവിൻ്റെ കാലത്ത് സിനഗോഗുകൾ യഹൂദ മതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരുന്നു. യേശുവും സിനഗോഗുകളിൽ ആരാധനയിൽ പങ്കെടുത്തിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു സിനഗോഗിൽ പഠിപ്പിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുവെന്ന് നാം വായിക്കുന്നു. സമാന്തര സുവിശേഷങ്ങളിൽ യേശുവിനെ ഒരു പ്രബോധകനായി, ഗുരുവായി ചിത്രീകരിച്ചിരിക്കുന്നു. യഹൂദ റബ്ബിമാരെ പോലെ യേശു തനിക്ക് വേണ്ടി ശിഷ്യന്മാരെ ശേഖരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും സിനഗോഗിലാണ് യേശു പഠിപ്പിച്ചിരുന്നതെങ്കിലും ഏത് സ്ഥലവും യേശു പ്രബോധനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പ്രബോധനത്തെ ഗ്രീക്കിൽ ഡിഡാഖെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യേശു അധികാരമുള്ളവനെ പോലെ പഠിപ്പിച്ചു എന്നാണ് വചനം സാക്ഷിക്കുന്നത്. ഗ്രീക്കിൽ എക്സൂസിയ എന്ന പദമാണ് അധികാരത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആകെ 9 പ്രാവശ്യം ഈ പദം വിശുദ്ധ മർക്കോസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയെല്ലാം യേശുവിൻ്റെ ആധികാരികമായ പഠനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രവർത്തിക്കാനുള്ള ശക്തിയും സ്വാതന്ത്ര്യവുമാണ് ഈ പദം കൊണ്ട്, എക്സൂസിയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തെ സംബന്ധിക്കുന്ന ഉറപ്പാണ് യേശുവിൻ്റെ ആധികാരികതയ്ക്ക് അടിസ്ഥാനം. സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. മാനസിക അസന്തുലിതാവസ്ഥയെയും വൈകല്യത്തെയും
പിശാച് ബാധ എന്നാണ് പൂർവികർ കരുതി പോന്നത്. പിശാച് ബാധിതൻ വിളിച്ചു പറയുന്നു, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഇവിടെ യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം പിശാച് ബാധിതൻ വ്യക്തമാക്കുന്നു. നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നത് യഥാർത്ഥത്തിൽ നീ ദൈവത്തിൻ്റെ ഏക പരിശുദ്ധൻ, നീ മാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഈ സംബോധന പഴയ നിയമ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ദൈവം ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ ദൈവം മാത്രമാണ് ഇസ്രയേലിൻ്റെ ഏക പരിശുദ്ധൻ, ഏക ദൈവം എന്നാണ്. അങ്ങനെ പഴയ നിയമ പശ്ചാത്തലത്തിൽ യേശു ഏകദൈവം, ഏകരക്ഷകൻ എന്ന് പിശാച് വിളിച്ചു പറയുന്നു. യേശു പിശാചിനെ ശാസിച്ച് പുറത്താക്കുന്നു. പിശാച് ബാധിതൻ സൗഖ്യം പ്രാപിക്കുന്നു. പ്രസ്തുത സംഭവത്തിൽ ജനം അത്ഭുതപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് യേശുവിൻ്റെ പ്രബോധനം ദൈവിക അധികാരത്തോടുകൂടെയാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ ദൈവിക വഴികളിലൂടെ ചരിച്ച് തിന്മയുടെ ശക്തിയെ വചനത്തിൻ്റെ ശക്തിയാൽ അതിജീവിക്കാം. രക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസം ആഴപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.